അടുത്ത പടത്തിലും ഞാൻ ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കും ഡയറക്റ്റ് ചെയ്ത് ഒരു മുണ്ട് തുമ്പിലെടുത്തിട്ട് ലാലേട്ടന്റെ കൈകള് അതിന്റെ കുറെ ഷോർട്സുകള് സുഖ സാറ് ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ. ഞാൻ അടുത്ത പടത്തിൽ എന്തെങ്കിലും നമുക്കിങ്ങനെ ഒരു വണ്ടി ഇന്നോവ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ആ വണ്ടി കിട്ടിയില്ല. എന്റെ വണ്ടിയാണ് ഇന്നോവ. അത് ഞാൻ തള്ളി പൊളിച്ചു. കാരണം അതിന്റെ മേളിലാണ് ആക്ഷൻ നടക്കുന്നത്. അപ്പൊ അത് പൊളിഞ്ഞു പോയ വണ്ടി. കുട്ടേട്ടൻ പണ്ട് ചെന്നൈയിൽ വരുമ്പോൾ ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുക. എങ്ങോട്ടും കറങ്ങാൻ പോകുമ്പോൾ ഞാനാ കൊണ്ടുപോകുക. അപ്പോൾ ഞാൻ അപ്പോഴും ഷോർട്സാണ്. പക്ഷെ കുട്ടേട്ടൻ്റെ ഇതില് മനസ്സിൽ ഇപ്പോഴും ഞാൻ ഷോർട്സ് ഇട്ട് നടക്കുന്ന ഒരു ഇതാണ്. ഞാൻ പറഞ്ഞു കുട്ടേട്ടൻ അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങളിലല്ല പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. ചെറിയ റോളാണ്, പക്ഷെ അത്യാവശ്യം നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു ചെറിയ ആക്ഷൻ, ഒരാളെ തല്ലി പദം വരുത്തുന്നൊക്കെയാണ്. അതാണ് ചെറിയ. നമസ്കാരം. ദിലീപ് നാരായണൻ സംവിധാനം നിർവഹിക്കുന്ന ദ കേസ് ഡയറി എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരും താരങ്ങളുമാണ് എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. നമുക്ക് മലയാളികൾക്ക് ഏറ്റവും സുപരിചിതനായ ക്യാമറമാനാണ് പി സുകുമാർ. ക്യാമറമാൻ എന്ന നിലയിലും അതേപോലെ തന്നെ നടൻ എന്നുള്ള രീതിയിലും സംവിധായകൻ എന്ന നിലയിലും മലയാളികൾക്ക് പ്രൊഡ്യൂസർ കൂടിയുണ്ട്. ശരിയാ. അപ്പം സുഖേട്ട, എന്താണ് ഈ കേസ് ഡയറി? കേസ് ഡയറി എന്ന് വെച്ചാൽ അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആണ് മെയിൻ. അതിന്റെ ഒരു ക്രൈമിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, മെയിൻ അസ്കർ ചെയ്യുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ ക്യാരക്ടറാണ് മെയിൻ. അപ്പോൾ അത് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഈ കേസ് ഡയറി. കാരണം സിനിമയിലുടനീളം ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂ കൊണ്ട് പല കാര്യങ്ങളും റെഫറൻസും ഒക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കേസ് ഡയറി എന്നുള്ള പേരിൽ ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് ഒരു ക്യാമറമാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാമറമാൻ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ആളല്ല, സംവിധായകനാണ്, നടനാണ്. അപ്പം ഒരു സംവിധായകൻ എന്നുള്ള നിലയിലും കൂടി ഈ സിനിമ എങ്ങനെയാണ് വാച്ച് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഏത് സിനിമ വർക്ക് ചെയ്യുമ്പോഴും ഒരു എൻ്റെ ക്യാമറ സൈഡ് മാത്രമല്ലാതെ ആ സിനിമയുടെ ടോട്ടലായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഞാൻ എന്നും ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇപ്പോൾ ഡയറക്ടർ മിസ്റ്റർ കമലിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ 20 സിനിമകൾ ചെയ്തു. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പോ അതങ്ങനെയാണ്. ഞങ്ങൾ പിന്നെ ജോഷേട്ടൻ്റെ കൂടെ 3 സിനിമ, അങ്ങനെ. പിന്നെ ഞാൻ ഏറ്റവും രണ്ടാമത് കൂട്ടർ ചെയ്തിട്ടുണ്ടാവുക എൻ്റെ ചേട്ടൻ്റെ കൂടെ ചന്ദ്രകുമാർ, പി ചന്ദ്രകുമാർ. അങ്ങനെ പലരോടും ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഈ സ്ക്രിപ്റ്റ് ഫസ്റ്റ് എഴുതി തുടങ്ങുന്ന ആ ലെവലിൽ തന്നെ ഞാൻ അതിൽ ഇൻവോൾവ് വന്നു. അപ്പോൾ ആ സിനിമ ഫൈനൽ സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞ് ഷൂട്ടിന് പോകുമ്പോൾ ഒരു അതിനെക്കുറിച്ചൊരു നല്ല ഐഡിയ ഉണ്ടാവും. പിന്നെ ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, ഇപ്പോൾ ഞങ്ങൾ ഈ സിനിമയാണെങ്കിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇതിൻ്റെ പാറ്റേൺ എന്തായിരിക്കണം, അതിനനുസരിച്ചുള്ള ഷോർട്സ് കൺസീവ് ചെയ്യുക, അതിനുള്ള കളർ ടോൺസ്, ബാക്കിയുള്ള എല്ലാ ഇപ്പോൾ കോസ്റ്റ്യൂംസും സെറ്റും എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ് അത്. ഇതിൽ നല്ലോണം ചെയ്യാൻ പറ്റി. പ്രൊഡ്യൂസേഴ്സായിട്ട് നല്ല ബാക്കപ്പ് ഉണ്ടായിരുന്നു, നല്ല ഇതായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സും ആയിരുന്നു. പിന്നെ നല്ല ടീം, പ്രൊഡക്ഷൻ ടീം. അനീഷ് പെരുമ്പിലാവാണ് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെ മൊത്തം നല്ലൊരു ബാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും ഈ സിനിമ. അസ്കർ, ഈ പോലീസ് വേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പോലീസ് വേഷങ്ങൾ ഇപ്പോൾ മലയാള സിനിമയിൽ പോലീസ് കഥകൾ കുറച്ച് കൂടുതലായിരുന്നു. അപ്പം എന്താണ് ഈ കേസ് ഡയറിയിലുള്ള പോലീസ് എന്താണ്, എങ്ങനെയാണ്? അത് പറയാൻ പറ്റാത്തത് എന്തിനാണ് വരുന്നത്, ഈ ക്യാരക്ടർ വരുന്നത് എന്തിനാണ്, അതാണ് നമുക്ക് സസ്പെൻസ് ആണ്. അതാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ സിനിമാസ് അല്ലെ, നമുക്ക് കുറ്റാന്വേഷണ സിനിമകൾ, നമുക്ക് സസ്പെൻസ് ആണല്ലോ ഇതിന്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ആക്ഷൻ ആണെങ്കിലും എല്ലാ സംഭവം, ഡയലോഗ്സ് നല്ല ഡയലോഗ്സ് സന്തോഷ് സാറാണ്. റൊമാൻസ് ഉണ്ട്. അപ്പൊ റൊമാൻസ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്, സോങ് ഉണ്ട്. അപ്പൊ ഇത് എന്ത് ജോണാന്ന് ഒരു സംശയം വരും. പക്ഷെ ഇതില് ഒരു സംഭവം ഉണ്ട്. പിന്നെ രണ്ട് സ്റ്റേജാണ്, 2 പീരീഡാണ് നമുക്ക്. അപ്പൊ അതിനു വേണ്ടി തന്നെ നമ്മൾ ആക്ച്വലി ഒരു ഷെഡ്യൂൾ ചെയ്തിട്ട് ബ്രേക്ക് എടുത്തിട്ട്, അതായത് ആക്ടേഴ്സിനൊക്കെ വിസിബിൾ ഡിഫറൻസ് വരണം എന്നുള്ളത് നമ്മളൊക്കെ അത് ഫീൽ ചെയ്യണം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറിനെ കുറിച്ച് അങ്ങോട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് 2 കാലഘട്ടം കാണിക്കുന്ന ഒരു സിനിമ. ഇതിൽ ഈ സിനിമയിൽ തന്നെ ഇപ്പൊ നാഷണൽ അവാർഡ് വിന്നറായ വിജയരാഘവൻ കുട്ടേട്ടൻ അഭിനയിക്കുന്നുണ്ട്. എങ്ങനെയാണ് കുട്ടേട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഞാൻ അദ്ദേഹത്തിനോട് ഫസ്റ്റ് വർക്ക് ചെയ്യാണ്. ഞാൻ യൂണിഫോം ഇടുന്ന ഫസ്റ്റ് ആണ് സിനിമയിൽ. ആദ്യത്തെ പോലീസ് വേഷം. ഞാൻ തമിഴിൽ എല്ലാ നടന്മാരും ഇപ്പം ഉള്ള സൂപ്പർ സ്റ്റാറുകളെല്ലാം പോലീസ് വേഷത്തിലൂടെ
വലിയ അത് ജനങ്ങൾക്കിടയിൽ പോലീസ് വേഷം ചെയ്യുക എല്ലാവർക്കും ഭാഗ്യം കിട്ടുന്ന ഒരു വേഷം. അത് അങ്ങനെ കിട്ടുക, നമുക്ക് യൂണിഫോം ചേരുക എന്ന് പറയുന്നത് നമുക്കൊരു സംഭവം, ഡ്രസ്സ് ഇടുക, അത് ആപ്റ്റാകുക എന്നുള്ളൊരു വലിയ കാര്യമല്ലേ. പിന്നെ അങ്ങനെ ഒരു പോലീസ് വേഷത്തിൽ കാണുന്ന പ്രൊഡ്യൂസർ ആഗ്രഹിച്ചു, ഇവരെല്ലാവരും സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്നത്. അത് ആപ്റ്റായി, അത് നന്നായിട്ട് വന്നു എന്ന് പറയുന്നു. അപ്പോൾ നന്നായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയെല്ലാം സുഖമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. അദ്ദേഹം ഞാൻ സുഖേട്ടനെ ഞാൻ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നു, ആദ്യമല്ല കുറേ മുമ്പ് അഭിനയിച്ചൊരു ഇവർ ബാദലൻ സിനിമയിൽ അദ്ദേഹത്തെ കണ്ടിരുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തോട് എന്നെ പറ്റി പലരും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അവസരം കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തെ അന്ന് കണ്ടു, ഒരുപാട് വർഷം മുമ്പുണ്ട്. അതിനുശേഷമാണ് ഈ പടത്തിൽ ഇങ്ങനെ അദ്ദേഹമാണ് ക്യാമറമാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മൾ ഒരുപാട് എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം എല്ലാ രീതിയിലും, കാരണം അദ്ദേഹം സൂപ്പർ സ്റ്റാറുകളോട് വർക്ക് ചെയ്ത സീനിയർ ക്യാമറമാൻ. അപ്പോൾ എങ്ങനെയായിരിക്കും പോലീസ് ഓഫീസർ, എങ്ങനെയായിരിക്കും അവരെ നടത്തം, എങ്ങനെയായിരിക്കും എനിക്കെല്ലാം പറഞ്ഞതെന്ന് അദ്ദേഹമാണ് പറയുന്നത്. ഇങ്ങനെ വേണം, ഇങ്ങനെ തിരിയണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റാണ് അത്. അദ്ദേഹത്തിൻ്റെയും സഹായം ഉണ്ടായിരുന്നു. എന്നെ പോലീസ് യൂണിഫോമിൽ നിർത്തി എന്നെ കൊണ്ട് ചെയ്യിച്ചതും എൻ്റെ ഫൈറ്റ് സീക്വൻസിന് ഒരുപാട് ഇൻവോൾവ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. രണ്ടരവി മാസ്റ്റർ ആയിരുന്നെങ്കിലും സാറ് പല കാര്യങ്ങളും പറഞ്ഞു തരും. കാരണം ഷോട്ട്സുകൾ വെക്കുമ്പോഴും അവർക്ക് എങ്ങനെയാണ് നമ്മുടെ കാല് പോകേണ്ടത്, കൈ പോകേണ്ടത്, ഔട്ടാകരുത്, അത് ഇതിൽ നിൽക്കുന്ന സംഭവങ്ങൾ, ലെൻസ് കാര്യങ്ങൾ സാറിനെല്ലാം അറിയാം. അപ്പം എന്നോട് പല കാര്യങ്ങളും ഉപദേശിച്ചു തന്നു, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ. പഴയ കരാട്ടയാണ് അത് പറയണ്ടേ? മാർഷൽ കരാട്ടയൊക്കെ പഠിച്ചിട്ടുള്ളതല്ല. അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് എൻ്റെ മൂവ്മെന്റ്സ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊരു മറക്കാൻ അടുത്ത പടത്തിലും ഞാൻ ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കും ഡയറക്റ്റ് ചെയ്ത്. അത് ഞാൻ മുണ്ട കൊടുത്ത് ലാലേട്ടനൊക്കെ മുണ്ട കൊടുത്ത് വരുമ്പോൾ പല ഷോട്ടുകളുണ്ടല്ലോ, ഒരു മുണ്ട് തുമ്പിലെടുത്തിട്ട് ലാലേട്ടൻ്റെ കൈകൾ, അതിന്റെ കുറെ ഷോട്ട്സുകൾ സാറ് ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണിക്കുന്നുണ്ടോ ഇങ്ങനെ? ഞാൻ അടുത്ത പടത്തിൽ എന്തെങ്കിലും നമുക്കിങ്ങനെ, കാരണം സീനിയർ ജൂനിയർ ഒന്നും ഇല്ലാതെ സാറ് ചെയ്ത എല്ലാവരും നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളതിൽ ഇൻവോൾവ് ആയിരിക്കും, ഒരു കോംപ്ലക്സും ഇല്ലാതെ. അതായത് സീനിയേഴ്സിന് കൊടുത്ത ബഹുമാനം തന്നെ നമുക്കും അത് ആ ഷോട്ട്സുകൾക്കും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ കറക്റ്റായിട്ട് അതിൽ ഔട്ട് വന്നിട്ടുണ്ട്. സുഖേട്ടനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ AK സന്തോഷ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ മറ്റൊരു ആൾ കൂടി ഇതിൽ തിരക്കഥാകൃത്തായിരുന്നു. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ കുട്ടേട്ടനെ പോലെയുള്ള പ്രഗത്ഭരായ നടന്മാർ അഭിനയിക്കുന്നു. എങ്ങനെയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഈ കേസ് ഡയറിയുടെ ഒരു എക്സ്പീരിയൻസ്? തഷ്കർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യം സാഹചര്യ നമുക്ക്, ഞാൻ ഈ പടത്തിൽ വരുന്നതിന് മുമ്പ് സുഖേട്ടനെ ഞാൻ അറിയാറുണ്ട്, കണ്ടിട്ടുണ്ട്, അത്രയും ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അത് ചേട്ടന് കിട്ടിയതിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഇതാണ്. ഇപ്പം നമ്മൾ ചില ഷോട്ടുകൾ പറയുമ്പോഴും ചേട്ടൻ അപ്പോൾ ഇങ്ങനെ മനസ്സിൽ നിൽക്കും, അത് വേണോ? അപ്പോൾ പറഞ്ഞാൽ ചേട്ടൻ പറയും ശരി എടുക്കാം എന്ന് പറയും. പക്ഷെ എനിക്കും കൂടി എന്നെ വിഷമിപ്പിക്കാണ്ട് ഞാൻ പറഞ്ഞൊരു ആഗ്രഹ ഷോട്ടുകൾ എനിക്ക് എടുത്തു തരാൻ ചേട്ടൻ. പിന്നെ ഞാൻ അല്ല ചേട്ടന് ആ ഷോട്ടും എടുത്ത് വയ്ക്കുന്നു, മനസ്സിലായ? ആ രണ്ട് ഷോട്ടും എടുത്ത് വെച്ചിട്ട് ഏതെന്ന് നമുക്ക് എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോൾ നല്ല നോക്കിയിട്ട് അതിൻ്റെ എടുക്കും. കൂടുതൽ ഏട്ടൻ്റെ സാരികളോട് പോവാറ്. പക്ഷെ എന്നാലും നമ്മൾ ആ കൂട്ടായ്മ, നമുക്ക് ഒരു ഡയറക്ഷൻ നമ്മൾ വരുമ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ടായിട്ട് കൂടെ നിൽക്കാം. ക്യാമറ അല്ല, നമുക്കെല്ലാവരും കൂടെ നിന്ന് നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാവരും ഒരു കൂട്ടായ്മയിൽ നിന്നിട്ട് നല്ല രീതിയിൽ നമ്മളിത് എൻജോയ് ചെയ്തിട്ട് വർക്ക് ചെയ്തു. അത് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ സിനിമ. ഈ ത്രില്ലർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ത്രില്ലറിന് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ത്രില്ലറിനോ നമ്മൾ കുറേ ത്രില്ലർ പടങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾ കുറേ വാച്ച് ചെയ്ത് കുറേ പടങ്ങൾ കണ്ടിട്ട്, പക്ഷെ നമ്മുടെ പടമായിട്ട് പറയല്ല, പക്ഷെ എന്തായാലും പ്രേക്ഷകർക്ക് മോശമാവില്ല. പക്ഷെ ഒരു പ്രത്യേക ഒരു അതിൻ്റെ ഉള്ളിൽ എലമെന്റ് അവിടെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറെ വിജയൻ, കുട്ടാട്ടൻ, പിന്നെ നിറയെ ആർട്ടിസ്റ്റുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ അവരെല്ലാവരും ബാല, അതേപോലെ റിയാസ് ഖാൻ, ഇപ്പൊ ഈ പോസ്റ്റർ കാണാൻ പോലെ എല്ലാത്തിനും ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച പോലെ. പിന്നെ ഫൈറ്റ് അവിടെ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ്. എനിക്ക് ഫൈറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ആളാ. ഞാൻ കൊറേ ഫൈറ്റ് ചെയ്യുമ്പോൾ ജീവിതത്തിലും കുറെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. കൊറേ ഫൈറ്റ് ചെയ്യുമ്പോഴും മതിയാവില്ലേ. അപ്പൊ സാറ് സുഖ സാറ്
മതിയില്ലേ ഇത് ചോദിക്കും. അപ്പോൾ അത് ചെയ്യാം. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് എത്രയെങ്കിലും ഇങ്ങനെ കിട്ടട്ടെ. ഇവരവിടെ എത്രയും കഷ്ടപ്പെട്ടു. എൻ്റെ ഒരു വണ്ടി ഞാൻ അത് തല്ലിപ്പൊളിക്കേണ്ട വണ്ടിയായിരുന്നു. അത് ആ സീനിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വണ്ടി ഇന്നോവ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ആ വണ്ടി കിട്ടിയില്ല. അപ്പൊ എന്റെ വണ്ടിയാണ് ഇന്നോവ. അത് ഞാൻ തല്ലി പൊളിച്ചത്. ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് അത് ഇട്ട്. കാരണം അതിന്റെ മേളിലാണ് ആക്ഷൻ നടക്കുന്നത്. അപ്പൊ അത് പൊളിഞ്ഞു പോയ വണ്ടി. അപ്പൊ അത്രയും സിനിമയായിട്ടുള്ള അത്രയും മോഹമാണ് നമുക്ക്. അപ്പൊ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ വണ്ടി ചെയ്യാന്ന് പറയുമ്പോ നമുക്ക് ഏറ്റവും വലിയ സിനിമ. അപ്പൊ അത് മറ്റുള്ളവർ അത് വണ്ടി ശരിക്ക് ഡെഡായിട്ട് വണ്ടി വണ്ടിയാണോ സിനിമയാണോ എന്നൊരു ഡൈലമയിലായില്ലേ? അതെ അവസാനം ദിലീപേട്ടന്റെ പ്രൊഡ്യൂസർ പുതിയ വണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തു. സെറ്റ് ചെയ്ത് എനിക്ക് എന്റെ സാറ് എനിക്ക് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് പുതിയ വണ്ടി സാറ്. കാരണം നമുക്ക് സിനിമയോടുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞത് ബോസ്, ഞങ്ങളുടെ നാസർ ബോസ് സാറ്, ബെൻസി പൊൾഷൻ, പിന്നെ അവിടുത്തെ റിനി മാഡം, പിന്നെ നസീമ, അങ്ങനെയുള്ള കുറച്ച് മാനേജ്മെന്റ്, അവരുടെ റാഷിദുണ്ട്, അങ്ങനെ എല്ലാവരെയും ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. നമുക്കിപ്പോൾ ഫണ്ടായാലും അവിടെ നിന്നുള്ള രീതിയിൽ ബോസ് ഒന്നും അറിയില്ല, മാനേജ്മെന്റ് അല്ല. അപ്പൊ അത്ര കൃത്യമായിട്ട് ആ ഫണ്ടുകൾ നമുക്ക് എത്തിയാലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അതന്നെ ഏറ്റവും വലിയത് ഒരു കമ്പനിയുടെ രീതിയിൽ. അതവിടെ ഭംഗിയായിട്ട് നമ്മൾ ഇന്ന് വരുന്നത് പിറ്റേ ദിവസം കൂടി നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഫണ്ടുകളെല്ലാം ഒരു തടസ്സമില്ലാണ്ട് ആ പ്രൊഡക്ഷൻ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യം എൻ്റെ ഇതില്. പിന്നെ അത് ശരിയാ, ദിലീപിനെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചോളം പ്രൊഡക്ഷൻ സൈഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം കോസ്റ്റിനെ കുറിച്ചൊന്നും കൂടുതൽ ബോധർ ചെയ്യാതെ അത് നന്നാ ചെയ്യാന്ന് പറഞ്ഞ. പിന്നെ എക്സ്പെൻഡിച്ചർ അങ്ങനെ അവരെ കൂടുതൽ അഫക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ. ഒരു സെറ്റ് ഇൻവോൾവ് ചെയ്യുന്ന മാച്ച് ചെയ്യുന്ന സെറ്റുകൾ ഇടാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡാൻസിന്റെ ഉണ്ടായിരുന്നു ഐറ്റം. അത് നമ്മുടെ വരിക്കാശ്ശേരി മനയില് ആദ്യമായിട്ടും അകത്തൊരു സെറ്റ് ചെയ്ത് അത്രയും നല്ല പൈസ അത് ഇറക്കിയിട്ടുണ്ട് ആ സോങ്ങിന് വേണ്ടിയിട്ട്. സോണിയ, എന്താണ് ഈ സിനിമയിൽ എന്തൊക്കെ കഥാപാത്രമാണ്? ഞാനതിനകത്തൊരു പോലീസ് ഓഫീസറായിട്ടാണ്. ഓക്കെ. ഞാൻ ബെൻസിയിലെ സ്റ്റാഫായിരുന്നു. ഞാൻ ബൈ പ്രൊഫഷൻ നേഴ്സാണ്. അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പം സാറിനെ കണ്ടു. സാറ് സെലക്ട് ചെയ്തതാണ്. ചെറിയ റോളാണ്, പക്ഷെ അത്യാവശ്യം നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു ചെറിയ ആക്ഷൻ ഒരാളെ തല്ലി പദം അതാണ് ചെറിയ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അഷ്കറൊക്കെയും ഗോകുലേട്ടനൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കൂടെ. ഇവരൊരു പോലീസ് ടീമാണ്. പോലീസ് സ്റ്റോറി, പോലീസ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഫുൾ. സാറാണ് എല്ലാം പറഞ്ഞത്, അതുപോലെ എല്ലാം അഭിനയിച്ചു. ഒരു 3 തലമുറയുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. ഇപ്പൊ മലയാള സിനിമയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ചേഞ്ചസിനെ കുറിച്ച് സുഖന്റെ ഒരു അഭിപ്രായം എന്താണ്? ഞാൻ അതിനൊരു മറുചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുമോ? നമ്മൾ കൃത്യമായി വാച്ച് ചെയ്യുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ വാച്ച് ചെയ്താൽ പോരാ, അതിന്റെ മറുപടി പറയൂ എനിക്ക്. സമൂഹത്തിൽ വലിയ മാറ്റം അത് തന്നെയാണ് സിനിമയ്ക്ക് സംഭവിക്കുന്നത്. അതായത് പാരലാണ് ഇതൊക്കെ. കാരണം എല്ലാം ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്ക് ഒരു സോഷ്യോ കൾച്ചറൽ ബിഹേവിയർ, ടെക്നോളജി, പിന്നെ ടെക്നിക്സ്, ഇതെല്ലാം സിനിമയ്ക്കും ബാധകമായിട്ടുള്ള മാറ്റങ്ങളാണ്. കാരണം ആൾക്കാരുടെ നേരത്തെ പറഞ്ഞ ഒരുപോലെ നമുക്കിപ്പോൾ ആക്സസ് എന്ന് വെച്ചാൽ ഈ ഇൻ്റർനാഷണൽ മൂവീസ് അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ ഏത് ലാംഗ്വേജ് മൂവീസിലേക്കും വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് മാത്രമല്ല, നമുക്ക് പാൻ ഇന്ത്യൻ പാൻ ഇൻ്റർനാഷണൽ ഇതാണ് നമ്മളെല്ലാം ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വളരാനുള്ള ശ്രമത്തിലാണ്. ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ റിസ്ട്രെയിൻസ് ഉണ്ട്. കാരണം ഫിനാൻഷ്യൽ റിസ്ട്രെയിൻസിൻ്റെ ഏരിയ ചില സിനിമകൾക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. കാരണം കയ്യിലുള്ള ബഡ്ജറ്റും ഫെസിലിറ്റീസും കൊണ്ട് ഏറ്റവും നല്ല പ്രോഡക്റ്റ് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നമ്മൾ. അതിൽ നന്നായിട്ട് കുറേ പേര് നന്നായി സക്സീഡ് ചെയ്യുന്നുണ്ട്. കാരണം മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഒരു നല്ലൊരു പേരുണ്ട്, മേൽവിലാസമുണ്ട്. മലയാള സിനിമ എന്ന് പറയുമ്പം അതിനെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം പുതിയ ജനറേഷനിലെ ആൾക്കാരായാലും. പക്ഷെ എനിക്കൊന്ന് ജനറേഷൻ എന്നുള്ളത് ഒരു പരിധി വരെ നമ്മൾ കൊടുക്കുന്ന ഒരു ടെർമിനോളജിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പോഴും നമുക്ക് ഇപ്പോൾ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ജനറേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കുണ്ട്. അവരെല്ലാം എപ്പോഴും ടോപ്പ് മലയാളത്തിൽ നിൽക്കുന്ന ആൾക്കാർ. ഓഫ് കോഴ്സ് ഇപ്പോൾ ഫഹദും അങ്ങനെ ടോവിൻ അങ്ങനെ കുറേ പേരെടുത്ത് പറയാൻ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും. അപ്പോൾ ഇതൊരു സമ്മിശ്രമായിട്ട് പോകേണ്ട ഒരു സാധനമാണ്. പിന്നെ നമ്മൾ സ്വയം മാക്സിമം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. കൂടെ പോകാൻ പറ്റുമെന്ന്, എത്രത്തോളം വേഗത്തിൽ ഓടാൻ പറ്റുമോ ഒപ്പം എത്താൻ പറ്റുമോ നോക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം. എന്തൊക്കെയാണ് അടുത്ത പ്രൊജക്ട്? എന്തൊക്കെയാണ്
അടുത്തിപ്പോൾ കേസ് ഡയറി കഴിഞ്ഞിട്ട് വേറെ 2 പ്രോജക്റ്റുകളുണ്ട്. അപ്പം അതിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങൾ തമിഴ് ഒരു പ്രോജക്റ്റുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഇതൊന്ന് റെഡിയായി വരാനുള്ള പരിപാടികൾ നിൽക്കുന്നു. ഇവിടെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്ന കുട്ടേട്ടനാണ്, വിജയരാഘവൻ. പക്ഷെ കുട്ടേട്ടൻ അവിടെ ഷൂട്ടിംഗ് തകൃതി നടക്കുക, തൊടുപുഴ എല്ലാം പള്ളിച്ചട്ടം. കുട്ടേട്ടനെ ഒരു ഓളോ. അല്ല, അത് ആ പടം എന്തായാലും കാണുമ്പോ ശരിക്ക് അതിൽ കാണിച്ചിട്ട് പുള്ളീനെ പോലെ ആള് നമുക്ക് നമ്മുടെ സിനിമയ്ക്ക് അഷ്കറിനായാലും സുവർണായിട്ട് ദീർഘകാലമായിട്ട് ബന്ധമാണ്. പക്ഷെ കുറിച്ച് പറയാതെ നമുക്ക് അതിപ്പോ കുട്ടേട്ടൻ ഇപ്പൊ ഞങ്ങൾ ഇന്നലെ തമാശ പറഞ്ഞുള്ളൂ. കാരണം കുട്ടേട്ടൻ എന്നെ കാണുന്നത്, കാരണം കുട്ടേട്ടൻ പണ്ട് ചെന്നൈയിൽ വരുമ്പം ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുക. പക്ഷെ ബൈക്കുണ്ട് ബുള്ളറ്റ്, നമുക്ക് എങ്ങോട്ടും കറങ്ങാൻ പോകുമ്പോൾ ഞാനാ കൊണ്ടുപോകുക. പക്ഷെ ഞാൻ അപ്പോഴും ഷോർട്സാ. പക്ഷെ കുട്ടേട്ടൻ്റെ ഇതില് മനസ്സിൽ ഇപ്പോഴും ഞാൻ ഷോർട്സ് ഇട്ട് നടക്കുന്ന ഒരു ഇതാ. ഞാൻ പറഞ്ഞു കുട്ടേട്ടൻ അതൊക്കെ കഴിഞ്ഞു, വർഷങ്ങളിലല്ല പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് അത്രയും ബോണ്ടിങ് ഉള്ള ഒരു വ്യക്തി, അത്രയും ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും കുട്ടേട്ടൻ ഭയങ്കര അത്ഭുതപ്പെടുന്ന നടൻ തന്നെയാണ്. അയ്യോ, ക്യാമറയിലൂടെ നോക്കുന്ന കുട്ടേട്ടനും അല്ലാത്ത കുട്ടേട്ടനും ഭയങ്കര ആക്ടറാ. നമുക്ക് പിന്നെ ഏറ്റവും കിട്ടിയത് ഇത്രയും അവാർഡ് ഇത് കിട്ടിയപ്പോൾ വളരെ അത് ശരിക്ക് ഒരു ടൈമിങ്ങിന്റെ ഒരു നോക്കിയാൽ കറക്റ്റ് ഈ സിനിമ റിലീസിനൊക്കെ തൊട്ട് മുമ്പ് തന്നെ അവാർഡ് കിട്ടിയെന്നുള്ളത് അതന്നെ പടത്തില് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ അവാർഡിനൊക്കെ ഇത്രയും. അത് അന്നെ കാസ്റ്റ് ചെയ്യുമ്പോണ്ടേ സാറ് പറഞ്ഞു ആ കഥാപാത്രത്തേക്ക് പുള്ളിനെ മതി, വേറെ പോലീസ് ഓഫീസറാണല്ലേ, പ്രത്യേക കഥാപാത്രം അത് ചെയ്തേക്കും നല്ല രീതിയിൽ. കുറച്ച് ഹ്യൂമറും ഒക്കെ ബ്ലെൻഡ് വേറെ രീതിയിലാണ്. നല്ലൊരു, കാരണം എനിക്ക് അദ്ദേഹത്തിനോട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഇവരുടെ റിലേഷൻഷിപ്പ് നല്ല സിനിമയില് ശരിക്കും നല്ല കോംബോ. കാരണം അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ ആക്കുവാണ്, നമ്മൾ അതിങ്ങനെ വലിച്ചെടുക്കുവാണ്. അതൊരു ഇതുണ്ടല്ലോ നമ്മളിങ്ങനെ ആൾക്കാരായിട്ട് ക്യാരക്ടർ പുള്ളി നമ്മളെടുക്കുക, നമ്മൾ അങ്ങോട്ട് ചെല്ലുമല്ലോ. അദ്ദേഹം നമ്മളെ മോനാണെങ്കിൽ മോൻ അതിങ്ങോട്ട് പോവാനെ, അത് പുള്ളി ആ ക്യാരക്ടറിൽ നമ്മളങ്ങ് ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ എനിക്കൊന്ന് കുട്ടേട്ടൻ ടിപ്സ് ഒക്കെ പറയും, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഹെൽപ്പ്. മോനെ ഇങ്ങനെ വേണം, അത് വേണം, ഇങ്ങനെ വേണം ചെയ്യാൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ്. നമ്മുടെ എത്രയോ സീനിയറാണ് എൻ്റെ. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടി, നമ്മളോട് ഒരുപാട് സപ്പോർട്ട്. പിന്നെ ആഗസ്റ്റ് 21 കേസ് ഡയറി തിയേറ്ററിലെത്തും. കേസ് ഡയറി വലിയ വിജയമാവട്ടെ. താങ്ക് യു. വരുംകാലത്തെ അഷ്കറിനെ പോലുള്ള നടന്മാര് വലിയ വലിയ വേഷങ്ങളിലേക്ക് എത്തട്ടെ പ്രാർത്ഥിക്കാം. ഒരുപാട് സന്തോഷം. പ്രാർത്ഥനയുണ്ട്, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടായിരിക്കുക. ഞങ്ങളുടെ സിനിമയ്ക്ക് എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഈ അത്രയും സ്ട്രെയിൻ ചെയ്ത പടമാണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും പടം. എല്ലാതും ഉണ്ട്, ഫൈറ്റും ഉണ്ട്, നേരത്തെ പറഞ്ഞത് എല്ലാ സംഭവം ചെയ്ത് നല്ലൊരു ഫാമിലി ന്യൂജൻ പടമാണ്. ഇപ്പം കാണാം. താങ്ക് യു.